ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് വെട്ടുകടി ചർച്ചിലാണ് കേട്ടോ. ഇന്ന് സൺഡേ ആയിട്ട് ചർച്ചിൽ ഒന്ന് വന്നതാണ്. അങ്ങനെ ഇരുന്നപ്പോഴത്തേനാണ് ഏകദേശം സമയം ഒരു 5-6 മണിക്ക് ആവറായിട്ടുണ്ട്. ആ സമയത്താണ് നമ്മുടെ ഇന്ത്യൻ നേവിയുടെ ഡെമോൺസ്ട്രേഷൻ ആയിട്ടുള്ള കുറച്ച് ഡെമോ നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഡിസംബർ 3-ന് നമ്മുടെ ട്രിവാൻഡ്രം ശംഖുമുഖം ബീച്ചിൽ വെച്ചിട്ട് നാവികസേനയുടെ ഒരു ഡെമോ ഷോ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു ട്രയൽ പോലത്തെ ഒരു ഷോ ഇപ്പോൾ നടക്കുന്നുണ്ട് കേട്ടോ. വൈകിട്ട് 5 മണി തൊട്ട് ആണ് ഷോ നടക്കുന്നത്. നമ്മളെ ട്രിവാൻഡ്രത്ത് ശംഖുമുഖത്ത് തന്നെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ നിന്നത് വെട്ടുകാടാണ്. ശംഖുമുഖത്തൊക്കെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കാണാൻ വേണ്ടി ഇവിടെയാണ് കേട്ടോ നിന്നത്. അങ്ങനെ അവിടെ ഷോയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല നല്ല ഷോ ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ വന്നത് ഹെലികോപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ജെറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഈ പോകുന്ന ഒരു ബോട്ടില്ലേ ആ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. എന്തായാലും ഇതൊക്കെ യുദ്ധത്തിന് ഉപയോഗിക്കുന്നതാണെന്ന് അറിയാം കേട്ടോ. അങ്ങനെ നാവികസേനയുടെയാണ് കേട്ടോ ഇത്. അവരുടെയാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. അവരുടെ ദിവസത്തെ പ്രമാണിച്ചാണ് നടക്കുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ നേരിട്ട് കണ്ടപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് കുറച്ച് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് ഈ പോകുന്നത് നമ്മൾ പായ്ക്കപ്പൽ പോലത്തെ ഒരു കപ്പലാണ് കേട്ടോ. എനിക്ക് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങളൊന്നും ഞാൻ അറിയത്തില്ല. ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ശരിക്കും ആ സൂര്യൻ്റെ അവിടെ എത്തിയപ്പോഴത്തേനും ഭയങ്കര നല്ല രസമായിട്ട് തോന്നി. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ഒരു വിഷ്വൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം വെട്ടുകാടാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ബീച്ചുകൾ നടക്കുന്നുണ്ട്. ശംഖുമുഖം, പെരുമാതുറ, അങ്ങനെ ഒത്തിരി ബീച്ചുകളൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ നിന്നത് വെട്ടുകാടാണ്. അതാകുമ്പോൾ കുറച്ചുകൂടെ കാണാനായിട്ട് എളുപ്പമുണ്ടായിരുന്നു കേട്ടോ. വലിയ ക്രൗഡും കാര്യങ്ങളൊന്നും അപ്പോഴില്ലായിരുന്നു. പിന്നെ ഷോ തുടങ്ങി കഴിഞ്ഞ സമയത്തുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിട്ടുണ്ട്. എന്നും വെട്ടുകാട് കാണുന്നതിനേക്കാളും ശരിക്കും പറഞ്ഞാൽ വെട്ടുകാട് പെരുന്നാളിനേക്കാളും തിരക്കുണ്ടായിരുന്നു വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ ഈ ഷോ നടക്കുന്നത് ഡിസംബർ 3 കേട്ടോ. വൈകിട്ട് 3 മണി തൊട്ടാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു. പാസും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ഗതാഗത നിയന്ത്രണങ്ങൾ അത്യാവശ്യമുണ്ട്. അതിനെപ്പറ്റി ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്, സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ വരുന്നവർക്ക് KSRTC ബസ് സർവീസ് എന്തോ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. സോ ഞാനും പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ സിറ്റുവേഷൻ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ഉണ്ടാവുക. എന്തായാലും എനിക്ക് നേരിട്ട് കണ്ടപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായിട്ട്, അടിപൊളിയാണ് ഇവിടുത്തെ പരിപാടിയൊക്കെ കാണാനായിട്ട്. ഞങ്ങൾ എന്തായാലും പരിപാടി തീരുന്നവരെ, ആ ഡെമോ തീരുന്നവരെ ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം ടൈം എത്ര 6 മണിക്കായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ശംഖുമുഖം എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ വെട്ടുകാട് കഴിഞ്ഞ് വരുന്ന റോഡിൽ തന്നെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ബ്ലോക്കിൽ തന്നെ ഏകദേശം ഒരു 13-45 മിനിറ്റ്സ് ഞങ്ങൾ കിടക്കേണ്ടി വന്നു. അപ്പം ബ്ലോക്കും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ട് വേണം തിരിച്ച് കാണാൻ വരുന്നവർ വരാനായിട്ട്. ബ്ലോക്ക് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ഞങ്ങൾ വന്നതിന് ശേഷം ഒരുപാട് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വീഡിയോസ് എല്ലാം ഞാൻ അടുത്ത വ്ളോഗിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക് യു.